അതുപോലെ ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ പേര് കേട്ട ഇൻസ്റ്റിറ്റ്യൂഷനിലും ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ ആയിട്ട് പല ടൈമിൽ പഠിച്ചിട്ടുണ്ട്. ഇതെന്റെ 5th അറ്റംപ്റ്റ് ആണ്. എനിക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ളത് റൈറ്റിംഗ് തന്നെയായിരുന്നു. ബാലികേറാമല എന്നൊക്കെ പറയുന്നോളം എനിക്ക് ഭയങ്കര പാടായിരുന്നു. റൈറ്റിംഗിൽ എനിക്ക് സ്കോർ അങ്ങനെ വലുതായിട്ടൊന്നും കിട്ടില്ലായിരുന്നു. ഇവിടെ വന്നിട്ടുണ്ടായ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതൂസിന് എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പൊ എനിക്ക് ലാസ്റ്റ് ടൈം എന്തായാലും റൈറ്റിംഗിന് എഴുതിയത് 290 ആയിരുന്നു. ഇപ്പൊ എനിക്ക് 360 ആയിട്ടുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡംസ് ആണ്, അവരുടെ കറക്ഷൻ ആണ്. ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓൺലൈൻ പഠിച്ചിട്ടുണ്ട്, ഓഫ്ലൈൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവിടത്തേക്കായും അതൊന്നും അല്ല ശരിക്കും റൈറ്റിംഗിന് ഫോളോ ചെയ്യേണ്ടതെന്ന് മനസ്സിലായത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഇതെന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. അതിന്റെ ഇടയിൽ ഞാൻ 4 വട്ടം IELTS എഴുതിയായിരുന്നു. OET സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഇവിടെ വന്നിട്ടാണ് മാം എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ OET എഴുതാമെന്നുള്ളത്. ഓരോന്നിനും ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. റീഡിങ്ങിനാണെങ്കിലും ലിസണിങ്ങിനാണെങ്കിലും എക്സ്പ്ലനേഷൻസ് ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്നിട്ടാണ് മനസ്സിലായത്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചെങ്കിലും അവര് പറയുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിങ് ലിസണിങ് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഞങ്ങൾ ചെയ്തു തരാമെന്നാണ്. എൻ്റെ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് റീഡിങ് ലിസണിങ് ഒക്കെ ആയാലും ആ ഓപ്ഷൻ എങ്ങനെ വന്നെന്ന് പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ള ഓപ്ഷൻ എന്തുകൊണ്ട് വരുന്നില്ല എന്നുകൊണ്ട് നല്ല എക്സ്പ്ലനേഷൻ തന്നെയാണ് അവർ തരുന്നത്. മനസ്സിലായി. സ്പീക്കിംഗ് ആയാലും റൈറ്റിംഗ് ആയാലും നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂട്ടേഴ്സ് തന്നെയാണ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തത്. ഹായ്, ഇന്നത്തെ സക്സസ് ടോക്സിൽ എന്നോടൊപ്പം ഉള്ളത് OETയുടെ ഓഫ്ലൈൻ വിന്നേഴ്സ് ആയിട്ടുള്ള 6 പേരാണ്. ആദ്യമായിട്ട് അക്സ, നീതു, നിഷാന്ത്, ശ്രുതി, ജിൻസി ആൻഡ് അനീറ്റ. വെൽക്കം യു ആൾ. താങ്ക് യു മാം. ഓക്കെ, ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ്. എന്നേക്കാൾ ഉപരി ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന ആളുകൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലെ. ഇത്ര പേര് ഒരുമിച്ച് നമ്മൾ ഇരുന്ന് നീതൂസിനോടൊപ്പം ഉള്ള ഒരു ജേർണീനെ പറ്റി പറയാനായിട്ട് പോവാ അല്ലെ. അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യം അക്സയിൽ നിന്ന് തന്നെ തുടങ്ങാം. അക്സ, നീതൂസിലെ എത്ര മന്ത് ട്രെയിനിങ് പ്രോഗ്രാം ആണ് എടുത്തത്? മാം ആക്ച്വലി ഞാൻ 3 മന്ത് കോഴ്സ് ആയിരുന്നു. 3 മന്ത് ആയിരുന്നു. ഓക്കെ, ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഓക്കെ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 8 എക്സാം എഴുതിയിരിക്കുന്നത് അല്ലെ. ഓക്കെ, ഒരുപാട് സന്തോഷം അക്സ. നമുക്ക് നീതുവിനോട്ട് വരാം. നീതു എത്ര മന്ത് ട്രെയിനിങ് പ്രോഗ്രാം ആണ് നീതുസിലെടുത്തത്? ഞാൻ ക്രാഷ് കോഴ്സ് ആയിരുന്നു. എക്സാം ക്രാഷിന് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടിയാണ്. ഒരു 1 മന്ത് പ്രോഗ്രാം ആയിരുന്നു അല്ലെ. 8 എക്സാം എഴുതിയത്. ഓക്കെ, മാർച്ച് 8 എക്സാം എഴുതിയിരിക്കുന്നത്. ഓക്കെ, തിരിച്ചു വരാം. നിഷാന്ത്? ഞാനും ക്രാഷ് ആണ്. എക്സാം ക്രാഷിന് ജോയിൻ ചെയ്ത ആളാണ്. പിന്നെ 1 മന്ത് എക്സ്റ്റെൻഡ് ചെയ്ത്. ഓക്കെ, 1 മന്തിന് ജോയിൻ ചെയ്തു, എന്നിട്ട് 1 മന്ത് കൂടി എക്സ്റ്റെൻഡ് ചെയ്തു അല്ലെ. ഓക്കെ, എന്നാ എക്സാം എഴുതിയത്? മാർച്ച് 8. ഓക്കെ, മാർച്ച് 8 തന്നെയല്ലേ എക്സാം എഴുതിയേ? അതെ. ഓക്കെ, we'll move on with ശ്രുതി. ശ്രുതി എന്നായിരുന്നു എക്സാം എഴുതിയത്? ഒക്ടോബർ 21 ഞാൻ 3 മന്ത് ഓഫ്ലൈൻ കോഴ്സ് വന്നത്. ഒക്ടോബറിൽ ഇവിടെ ജോയിൻ ചെയ്തു. ഓക്കെ, ഫെബ്രുവരി 8 ആണ് മാം എഴുതിയത്. ഫെബ്രുവരി 8 എക്സാം എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് സന്തോഷം. ജിൻസി? ഞാൻ 3 മന്ത് ഓഫ്ലൈൻ കോഴ്സാണ് എടുത്തത്. ഓക്കെ, 3 മന്തിന് നീതൂസിൽ ജോയിൻ ചെയ്ത കുട്ടിയാണ്. ഓക്കെ, പിന്നെ ഒക്ടോബറിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, മാർച്ച് 8 എക്സാം എഴുതിയത്. മാർച്ച് 8 എക്സാം എഴുതിയിരിക്കുന്നത്. അനീറ്റ? ഞാൻ 3 മന്ത് കോഴ്സ് എടുത്തു. അത് 1 മന്ത് ക്രാഷും കൂടി അറ്റൻഡ് ചെയ്തു. ഓക്കെ, എന്നാണ് എക്സാം എഴുതിയത്? ഞാൻ മാർച്ച് 8 അപ്പോ നീതൂസിനോടൊപ്പം സക്സസ്ഫുൾ ആയിട്ട് OETയുടെ ജേർണി കംപ്ലീറ്റ് ചെയ്ത് എന്റെ കൂടെ ഇരിക്കുന്ന ഇവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നിഷാന്തിൽ തുടങ്ങാം അല്ലേ നിഷാന്ത്? അതെ, എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് യുവർ ജേർണി വിത്ത് നീതൂസ്? It was an amazing journey in Needus Academy. Okay. And the teachers are very dedicated on their work. I really appreciate them. Okay. They put so much effort on their work, and they being very friendly to us. They are it makes us easy to grasp our studies. Okay. I'm very thankful for Needus Academy as well as you, ma'am. Okay, thank you so much. Yes, Nishant, how do you know about Needus Academy, or how did you reach here? Actually, I was previously studying in another institution. Okay. There I didn't get. So you were already in Kerala? Yes. Yeah. I was like totally 9 months in Kerala. Okay. And I was a non-Malayali. Okay. I'm from Coimbatore. Oh, so you are from Coimbatore? Yeah. Okay. Previously, I had some language barriers in my previous institution. Okay. After coming here, I didn't face any kind of language barriers because all the teachers are very helpful with all the studies as well as the language. Very good. It made me very helpful to clear my OET right now. So today you are the winner. Which was your toughest module? Actually, my toughest module was reading. Oh, reading. Yeah. Okay. So how did you crack it? I want to say all credits goes to Vandana ma'am. Okay. She's a very good tutor in reading module. Okay. With her helps, tips and strategies, I got cleared my exam. Okay. Thank you so much, Nishant. We will move on with Aksa.
ഹായ് എക്സ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു 3 months ജേർണി? എങ്ങനെ ഉണ്ടായിരുന്നു നീതൂസിൽ വന്നിട്ട്? ഇപ്പം ഇതിനു മുമ്പ് OET എഴുതിയിട്ടുണ്ടോ? ഉണ്ട് മാഡം. ഉണ്ട്. അപ്പൊ ഇതിനു മുമ്പ് OET എഴുതിയിട്ടുണ്ട്. അപ്പം ഓൾറെഡി OET എഴുതിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ നീതൂസിൽ വന്നപ്പോൾ എന്ത് പ്രത്യേകതയാണ് തോന്നിയത്? ഇതെന്റെ 5th അറ്റംപ്റ്റ് ആയിരുന്നു മാഡം. 5th attempt ആണ്. യെസ്. അതുപോലെ ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ പേരുകേട്ട ഇൻസ്റ്റിറ്റ്യൂഷനിലും ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ ആയിട്ട് പല ടൈമിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അന്ന് തൊട്ട് നീതൂസിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പല സാഹചര്യങ്ങളും പറ്റിയില്ല. പിന്നെ കറക്റ്റ് ടൈം ഈ ടൈമിലാണ് ആയത്. അതുപോലെ ഇവിടെ വന്നിട്ടുണ്ടായ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീതൂസിന് എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ ബേസിലാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. റൈറ്റിംഗ് ആണെങ്കിലും സ്പീക്കിംഗ് ആണെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു കോച്ചിങ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്. അതുപോലെ സ്പീക്കിംഗ് എനിക്ക് സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും റീഡിങ് എല്ലാവരെയും പോലെ എനിക്ക് ടഫായിരുന്നു. എവറി ടൈം എനിക്ക് സിയിലാണ് 290 അല്ലെങ്കിൽ 280 ആ ഒരു സ്കോറിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇവിടുത്തെ ക്രൈറ്റീരിയ അനുസരിച്ച് ഞാൻ മാഡംസ് പറഞ്ഞു തരുന്ന അതേ ഇതുപോലെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തു. അതുപോലെ റീഡിംഗ് ആണെങ്കിൽ സി പാർട്ട് ഇവിടെ പറഞ്ഞു തന്ന അതേ ക്രൈറ്റീരിയ, പ്രത്യേകിച്ച് വന്ദന മാം പറഞ്ഞു തന്ന അതേ ക്രൈറ്റീരിയ തന്നെ ഞാൻ ഫോളോ ചെയ്തിരുന്നത്. അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസിനും 2 minutes അത് വെച്ച് തന്നെ ഞാൻ ഫോളോ ചെയ്തത്. അതുപോലെ തന്നെ എലിമിനേഷൻ മെത്തേഡ്, ഈ 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ ബിയിലും സിയിലും യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണ് അതിലോട്ട് എത്തിയത്. പിന്നെ എനിക്ക് റൈറ്റിങ്ങിന്റെ കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ബിക്കോസ് നേരത്തെ എനിക്ക് എങ്ങനെ പോയാലും സിയിലേക്ക് ടച്ച് ചെയ്തിട്ട് 280 290 നിന്നോണ്ടിരുന്നത്. അതിൽ നിന്ന് എനിക്കിപ്പം 380 ഒരു സ്കോറിലേക്ക് 380 ആണ്. അപ്പൊ എനിക്ക് അതൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് അല്ലെ? 280 നിന്ന് 380 എന്ന് പറയുന്ന ഒരു സ്കോറിലോട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. എങ്ങനെയാണ് അത്രയും നല്ലൊരു സ്കോറിലോട്ട് റൈറ്റിംഗ് എത്തിയത്? അതും ഇവിടുത്തെ മാഡത്തിന് ക്രൈറ്റീരിയ ബേസ് ആയിട്ടുള്ള കറക്ഷൻ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. ബിക്കോസ് നമുക്ക് എല്ലാ ദിവസവും ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഒരു കറക്ഷൻ തരുമെന്ന് പറഞ്ഞാലും എല്ലാ ക്രൈറ്റീരിയയും ഇന്ന കാര്യങ്ങളാണ് നമുക്ക് മീറ്റ് ചെയ്യാനുള്ളത് എന്നുള്ള ആ ഒരു പറഞ്ഞു തരുന്ന ആ കാര്യങ്ങൾ ഞാൻ ഒത്തിരി ഫോളോ ചെയ്യുമായിരുന്നു. അതുപോലെ ഞാൻ മിസ്റ്റേക്സ് എഴുതി വെക്കുമായിരുന്നു. എൻ്റെ ഓരോ ലെറ്റേഴ്സിലും എന്ത് മിസ്റ്റേക്കാണ് വരുന്നത് എന്നുള്ളത് ഞാൻ എഴുതി വെക്കുമായിരുന്നു. അത് ഞാൻ റീഡ് ചെയ്യുമായിരുന്നു. അതൊക്കെയാണ് ഞാൻ റൈറ്റിങ്ങിന് വേണ്ടി ചെയ്തത്. അടിപൊളി. അപ്പം ഏറ്റവും വളരെ ഇപ്പൊ പറഞ്ഞു 4 5 ഇത് 5ാമത്തെ അറ്റംപ്റ്റ് ആണ് എന്ന് പറഞ്ഞു. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു അക്സ തന്നെയാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരാള് എന്താണ് നീതൂസിനെ ബാക്കിയുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്ന് പറയാൻ അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അക്സ ഒരുപാട് എന്താ പറയണ്ടേ, ഒരുപാട് താങ്ക്സ്. സോ വി വിൽ മൂവ് ഓൺ വിത്ത് നീതു. ഹായ് നീതു. എനിക്ക് തോന്നുന്നു നീതുവിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. യെസ് നീതു, നീതുവിന്റെ സ്കോർ ഒന്ന് പറയാമോ ആദ്യം? സ്പീക്കിങ്ങിന് 380. സ്പീക്കിങ്ങിന് 380. യെസ്. റൈറ്റിംഗും ലിസണിങ്ങും 360 ആണ്. ഓക്കെ, റൈറ്റിംഗ് ആൻഡ് ലിസണിംഗ് 360. അപ്പം എങ്ങനെയുണ്ടായിരുന്നു നീതൂസിനോട്? 1 monthിനാണ് വന്നത് അല്ലെ? അതെ, ക്രാഷ് കോഴ്സിന് എത്തിയ ഒരാളാണ്. എങ്ങനെയുണ്ടായിരുന്നു നീതൂസിനോടൊപ്പം ഉള്ള ഒരു ജേർണി? പറയുകയാണെങ്കിൽ ഫസ്റ്റ് എന്നെ താങ്ക്സ് ചെയ്യാൻ തുടങ്ങണം മാം. ഇവിടെ എല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ളത് റൈറ്റിംഗ് തന്നെയായിരുന്നു. നല്ല ബാലികേറാമല എന്നൊക്കെ പറയുന്നോണം എനിക്ക് ഭയങ്കര പാടായിരുന്നു. റൈറ്റിംഗിൽ എനിക്ക് സ്കോർ അങ്ങനെ വലുതായിട്ടൊന്നും കിട്ടില്ലായിരുന്നു. ലാസ്റ്റ് ടൈം ഞാൻ എക്സാം എഴുതിയപ്പോൾ ഇതെന്റെ 5th attempt ആണ്. 5th attempt ആണ് അഗൈൻ അല്ലെ? അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ 4 പ്രാവശ്യം എഴുതി, 5 പ്രാവശ്യം എഴുതി, 6 പ്രാവശ്യം എഴുതി സ്റ്റോപ്പ് ചെയ്തവരാണെങ്കിലും നിങ്ങളുടെ മുന്നിലാണ് എക്സാമ്പിൾസ് നിൽക്കുന്നത്. ഇന്ന് അവർ വിന്നറായിട്ട് വന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. അവരല്ലേ നിങ്ങളൊരു പ്രീവിയസ് അറ്റംപ്റ്റിൽ നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇത്ര ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാവില്ലായിരുന്നു അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ പറഞ്ഞോളൂ നീതു. അപ്പൊ എനിക്ക് ലാസ്റ്റ് ടൈം എന്തായാലും റൈറ്റിംഗിന് എഴുതിയത് 290 ആയിരുന്നു. ഇപ്പൊ എനിക്ക് 360 ആയിട്ടുണ്ട്. 290 to 360 ജേർണി പറഞ്ഞു. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡംസ് ആണ്, അവരുടെ കറക്ഷൻ ആണ്. ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓൺലൈൻ പഠിച്ചിട്ടുണ്ട്, ഓഫ്ലൈൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവിടത്തേക്കായും അതൊന്നും അല്ല ശരിക്കും റൈറ്റിംഗിന് ഫോളോ ചെയ്യേണ്ടതെന്ന് മനസ്സിലായത് ഇവിടെ വന്നതിന് ശേഷമാണ്. അവരുടെ ഡെയിലി ഉള്ള കറക്ഷൻസും പിന്നെ ഒരു ദിവസം തന്നെ നമുക്ക് 2 ലെറ്റർ റൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തായാലും റീറൈറ്റ് ചെയ്യണമായിരുന്നു. ആ ലെറ്റേഴ്സ് റീറൈറ്റ് ചെയ്യും, പിന്നെ നമ്മുടെ അടുത്തുള്ളവരുടെ ഒക്കെ നോക്കും, അങ്ങനെയൊക്കെ നോക്കി അങ്ങനെ ഡെവലപ്പ് ആയതാണ്. 360 ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അടിപൊളി. എനിക്ക് എന്തായാലും അത് കിട്ടി. പിന്നെ ലിസണിങ് 360
വന്ദന മാമിന്റെ ക്ലാസ്സും പ്ലസ് ദിവിത മാമിന്റെ ക്ലാസ് ലിസണിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നതുകൊണ്ടാണ്. പിന്നെ മാഡം തന്നെ ഇരുന്ന് ഞങ്ങളോട് ഇന്ന് ചോദിക്കും, നിങ്ങൾ എന്താ കേട്ടേ ചോദിക്കും. അപ്പൊ നമുക്ക് മാം ചോദിക്കല്ലോ എന്ന് ഓർത്തിട്ടെങ്കിലും നമ്മൾ ഇരുന്ന് കേൾക്കും അതെന്താണ്. പിന്നെ നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ ഒരുപാട് ഗുണം നമുക്ക് പിന്നെ എക്സാമിന് ഉണ്ടായിരുന്നു. പിന്നെ എക്സാം ഭയങ്കര ടഫ് ആയിരുന്നെങ്കിൽ കൂടിയും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതെ, എക്സാം ടഫ് ആയിരുന്നു അല്ലെ. അറ്റ് ദ സെയിം ടൈം എക്സാം ടഫ് ആയിരുന്നു, ബട്ട് യു ക്രാക്ക്ഡ് ഇറ്റ് അല്ലെ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആണെങ്കിൽ, ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ എനിവേ റിസൾട്ട് അവിടെ ഉണ്ട് അല്ലെ. ഓക്കെ, ഒത്തിരി സന്തോഷം. മൂവ് ഓൺ വിത്ത് ശ്രുതി. ഹായ് ശ്രുതി. യെസ്, എന്തായിരുന്നു ശ്രുതിയുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രുതിക്ക് പറയാനുണ്ട് അല്ലെ. വലിയൊരു ജേണിയാണ് ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം. ശ്രുതി, എന്താ ശ്രുതിക്ക് തോന്നണേ? എങ്ങനെയുണ്ടായിരുന്നു നീതൂസിലെ ഒരു ജേണി? എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രേറ്റ് താങ്ക്സ് ടു നീതു മാം. മാം ഇങ്ങനെയുള്ളത് കാരണമാണ് എനിക്കിവിടെ എത്താൻ സാധിച്ചത് മാം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ സ്കോർ എനിക്ക് കിട്ടുമെന്ന് തന്നെ. ഡ്രാസ്റ്റിക് സ്കോറാണ് എനിക്ക് കിട്ടിയത്. October 21st ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. 3 month കോഴ്സായിരുന്നു. ഇതെന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. അതിന്റെ ഇടയിൽ ഞാൻ 4 വട്ടം IELTS എഴുതിയായിരുന്നു. OET ഇത് സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഇവിടെ വന്നിട്ടാണ് മാം എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ OET എഴുതാമെന്നുള്ളത്. ഓരോന്നിനും ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. റീഡിങ്ങിനാണെങ്കിലും ലിസണിങ്ങിനാണെങ്കിലും എക്സ്പ്ലനേഷൻസ് ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്നിട്ടാണ് മനസ്സിലായത്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചെങ്കിലും അവര് പറയാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിങ് ലിസണിങ് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഞങ്ങൾ ചെയ്തു തരാമെന്നാണ്. ഇവിടെ വന്ന 4 മൊഡ്യൂളിനും ഒരേപോലെ നമ്മളെ ഗൈഡ് ചെയ്യാൻ അത്രയും ആപ്റ്റായ ടാലന്റഡ് ആയ ടീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു നേരം തൊട്ടിട്ട് അങ്ങേ നേരം വരെ എല്ലാ ടീച്ചേഴ്സിന്റെയും ഈവനിങ് ക്ലാസ്സും ഭയങ്കര എഫക്റ്റീവാണ്. പിന്നെ ഇവിടുന്ന് വരുന്ന മെറ്റീരിയൽസ് മാത്രമാണ് ഞാൻ മാം പഠിച്ചിട്ടുള്ളത്. പുറത്തുനിന്ന് ഒരു മെറ്റീരിയൽസ് മിക്സ് ആക്കണ്ടെന്ന് എന്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നീ നല്ലൊരു പ്രഷ്യസ് ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് നീ കണ്ടിന്യൂ ചെയ്ത് അതേപോലെ ഫോളോ ചെയ്യാനാ പറഞ്ഞത്. പിന്നെ സണ്ണി സാറിന്റെ ഗ്രാമർ ക്ലാസ് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. റിവേഴ്സ് ക്ലാസ്സും എല്ലാം. മാമിന്റെ റൈറ്റിംഗ് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു മാം. ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ പാരന്റ്സിനെ അങ്ങോട്ട് വിളിക്കുന്നതും എല്ലാം ഞങ്ങളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഡേ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ സ്കോർ കാർഡ് അതുപോലെ ഫോണിന്റെ DP ഡിസ്പ്ലേ പിക്ചർ എല്ലാം നിങ്ങളൊന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നടക്കും എന്നുള്ളത്. അത് തെളിയിച്ചു മാം. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ വരും എന്നുള്ളത്. ഒരു സമയത്ത് ഞാൻ നിർത്തി, ഇനിയില്ല, കണ്ടിന്യൂ ചെയ്യുന്നില്ല, സാധാ ജോലി കണ്ടിന്യൂ ചെയ്ത് പോവാം, അല്ലെങ്കിൽ വല്ല GCS കണ്ടിരിക്കും പോവാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ദൈവത്തെ പോലെ ഒരാൾ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്ന് എന്നോട് പറഞ്ഞു, നീ കഴിവുള്ള ആളാണ്, നിനക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും, നീ ഇവിടെ നിൽക്കേണ്ട ആളല്ല എന്ന് പറഞ്ഞ് ജോലി ഉപേക്ഷിച്ചാണ് ഞാൻ 6 വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ അങ്ങനെ ബ്രേക്ക് എടുത്താണ് ഞാൻ നീതൂസിലേക്ക് വന്നത്. വന്ന അന്ന് മുതൽ January 21st ലാസ്റ്റ് ഒരു വിന്നേഴ്സ് മീറ്റും കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാ പോയത്. അന്ന് വിചാരിച്ചിട്ടുണ്ട് OET ഒരു 3 വർഷത്തിന് ഒരു ഡിപ്ലോമ ഡിഗ്രി ഒക്കെ ആയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ. കാരണം അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു മാം. എവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് പല സമയത്തും, ഇവിടെ എനിക്ക് പറ്റുന്നില്ല, റീഡിങ് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ അത്രയും അമേസിംഗ് ആണ്. വൈകുന്നേരം നമ്മൾ ഹോസ്റ്റലിൽ എത്തുമ്പോഴും നമുക്ക് ബോറടിക്കും, വയ്യാണ്ടാവും. പക്ഷെ എന്നാലും അത് അത്രയും എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പിറ്റേ ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചിലരൊക്കെ പറഞ്ഞു, എന്നോട് ചേരാൻ വന്നപ്പോൾ പറഞ്ഞു സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, സ്ട്രിക്റ്റ് അല്ല, നമ്മുടെ ഹാർഡ് വർക്ക്, ടീച്ചേഴ്സിന്റെ എഫക്റ്റ്, തീർച്ചയായിട്ടും പിന്നെ ഇവിടുത്തെ എക്സ്ക്ലൂസീവ് മെറ്റീരിയൽസ്, അത് മാത്രമാണ് ഞാൻ ഫോളോ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് പറ്റി മാം, നന്നായി സക്സീഡ് ചെയ്യാം. സാധാരണ ഒരു സ്റ്റുഡൻറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് വലിയൊരു സ്കോറാണ് മാം. അടിപൊളി. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ശ്രുതി. സോ വി വിൽ മൂവ് ഓൺ വിത്ത് ജിൻസി. യെസ് ജിൻസി, എങ്ങനെയുണ്ടായിരുന്നു നീതൂസിനോടൊപ്പം ഉണ്ടായിരുന്നു? നന്ദി പറയുന്നത് ദൈവത്തിനോടും പിന്നെ മാമിനോടും. എന്റെ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. യെസ്, എനിക്ക് അങ്ങനെ B സ്കോറോടുകൂടി എല്ലാത്തിനും B സ്കോറോടുകൂടി പാസ്സാവാൻ പറ്റി. യെസ്, അതെല്ലാം ഇവിടുത്തെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫിന്റെ മാഡംസിന്റെ എല്ലാത്തിന്റെ ഹെൽപ്പ് കൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ഇപ്പൊ നമുക്ക് റീഡിങ് ലിസണിങ് ഒക്കെ ആയാലും ആ ഓപ്ഷൻ എങ്ങനെ വന്നെന്ന് പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ള ഓപ്ഷൻ എന്തുകൊണ്ട് വരുന്നില്ല എന്നുകൂടി നല്ല എക്സ്പ്ലനേഷൻ തന്നെയാണ് അവർ തരുന്നത്. മനസ്സിലായി. സ്പീക്കിംഗ് ആയാലും റൈറ്റിംഗ് ആയാലും നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂട്ടേഴ്സ് തന്നെയാണ് ഞങ്ങളെ നന്നായിട്ടും ഹെൽപ്പ് ചെയ്തത്. അപ്പോ അല്ലെ, ഫസ്റ്റ് അറ്റംപ്റ്റില് 4 മൊഡ്യൂൾസിനും ബിയോട് കൂടെയാണ് ജിൻസി പാസ് ആയിട്ടുള്ളത്. വിൽ മൂവ് ഓൺ വിത്ത് അനീറ്റ. യെസ് അനീറ്റ, പറഞ്ഞേ എങ്ങനെയുണ്ടായിരുന്നു നീതൂസിലെ ഒരു ജേർണി? ഏതായിരുന്നു ഏറ്റവും ടഫ് ആയിട്ടുള്ള മൊഡ്യൂൾ? ഏറ്റവും ടഫ് ആയിട്ടുള്ളത് റീഡിംഗ് ആയിരുന്നു. റീഡിംഗ് ആയിരുന്നു. ഇവിടെ വന്ന സമയത്ത് എനിക്ക് ആക്ച്വലി ആ
ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. Okay. പക്ഷെ എനിക്ക് എക്സാമിന് ലാസ്റ്റ് എന്താ പറയാ 15 മിനിറ്റിൽ കുറച്ച് നേരം ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. എനിക്ക് വേഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് ഇവിടെ നിന്നുള്ള ട്രെയിനിങ്ങിന്റെ ആ ഒരു ഇതാണ്. നമ്മൾ ഇവിടെ നിന്നാണെങ്കിൽ 10 മിനിറ്റ്സിലാണ് നമ്മളെല്ലാം ചെയ്ത് തീർക്കുന്നത്. ആ ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ ചിലപ്പോ എനിക്ക് ആ 20 ക്വസ്റ്റ്യൻസിൽ ചിലപ്പോ 14-15 ഒക്കെയാണ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവിടെ നമ്മൾ ഇത്രയും ടഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ചെയ്ത് പഠിച്ചത് കൊണ്ട് അവിടെ ചെന്നപ്പോ എനിക്കത് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നി. കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ നീതൂസിനെ പറ്റിയുള്ള അല്ലെങ്കിൽ നീതൂസിൽ നിങ്ങളുടെ ഒരു ജേർണിയെ പറ്റി പറഞ്ഞു. ഇപ്പൊ ശ്രുതി പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ IELTS സ്റ്റുഡൻസ് ഇവിടുന്ന് പോയപ്പോൾ അവർ ഇതേ ഡയലോഗ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് വല്ല ഡിഗ്രി പ്രോഗ്രാമോ ഡിപ്ലോമ പ്രോഗ്രാം ഒക്കെ ആയിരുന്നെങ്കിൽ നല്ലായിരുന്നു മാം, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ് എന്ന് പറഞ്ഞു. അപ്പം അതേപോലെ തന്നെ അല്ലെ ഇപ്പൊ ശ്രുതി ആണെങ്കിലും അത് പറഞ്ഞു, നമ്മൾ ഇവിടെ ഉള്ള ഒരു സമയം നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം അല്ലെ. പക്ഷെ ഒരുപാട് പേര് പറയണ ഒരു കാര്യമാണ് നീതൂസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അല്ലെ, അവിടെ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ്. ശരിയാണ്, ഒരു സൈഡില് അല്ലെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ സ്ട്രിക്റ്റ് ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് എന്നതിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ പോണത് കൊണ്ടാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോണേ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ ഇല്ലായിരുന്നോ അല്ലെ. നമ്മളെല്ലാം ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും വേറൊരു സൈഡിൽ നമ്മുടെ ക്ലാസ്സസ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെയാണ് നമ്മൾ ഓരോ ക്ലാസ്സസും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം അല്ലെ. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പല ആളുകൾക്കും പല മൊഡ്യൂൾസ് ആയിരിക്കും ഏറ്റവും ടഫ് ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മള് നീതൂസിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത് അല്ലെ. അപ്പം നിങ്ങൾക്ക് തന്നെ പല ആളുകൾക്കും പല മൊഡ്യൂൾസ് ആയിരുന്നായിരിക്കും ടഫ്. 1-2 പേര് റീഡിങ് ടഫ് ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിലും അല്ലെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടാണ്. ഇപ്പം ചില ആളുകൾക്ക് റൈറ്റിംഗ് ടഫാണ്, ചില ആളുകൾക്ക് ലിസണിങ് ടഫാണ്, സ്പീക്കിംഗ് ടഫ് ആയിട്ടുള്ള ആളുകളുണ്ട് അല്ലെ. അത് അക്സയ്ക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള മൊഡ്യൂൾ ഏതായിരുന്നു? റൈറ്റിംഗും സ്പീക്കിംഗും ആയിരുന്നു ടഫ്. ഓക്കെ, ഡെലിവറൻസ് സ്കില്ലിലായിരുന്നു ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത്. സ്പീക്കിംഗ് എനിക്ക് സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എത്ര അറിയെന്ന് പറഞ്ഞാലും അത് പുറത്ത് എങ്ങനെ ഡെലിവറി ചെയ്യേണ്ടതെന്നുള്ള അറിയത്തില്ലായിരുന്നു. വായിച്ചാൽ ക്വസ്റ്റ്യൻ മനസ്സിലാവും, പക്ഷെ അത് എങ്ങനെ പറയണമെന്നുള്ള അറിയത്തില്ലായിരുന്നു, അതെങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ മാഡംസ് ഭയങ്കര സപ്പോർട്ടീവായിട്ട്, ഞാൻ ടെൻഷനായിട്ട് പോകുന്ന ടൈമിൽ അവരെനിക്ക് ഒത്തിരി സപ്പോർട്ട് തന്നു. അതുപോലെ തന്നെ ക്രൈറ്റീരിയ വൈസ് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സെയിം സ്ട്രക്ചറിങ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഒരു സ്ട്രക്ചറിങ് ഉണ്ട് ഈ സ്പീക്കിങ്ങിനെന്നുള്ളത് തന്നെ ഞാനിവിടെ നീതൂസി വന്നിട്ടാണ് കണ്ടത്. ഇൻഡിവിജ്വലായിട്ട് എല്ലാ ദിവസവും നമുക്ക് നമ്മൾ ചെയ്യുന്ന സ്പീക്കിങ്ങിന്റെ മാർക്സ് തരികയും അതൊക്കെ ചെയ്യുന്നത് അത് വളരെ എനിക്ക് എഫക്റ്റീവ് ആയിരുന്നു. ബിക്കോസ് എന്തുവാ നമ്മുടെ ഫ്ലോസ് എന്ന് മനസ്സിലാക്കാൻ അതുകൊണ്ട് പറ്റി. അതുപോലെ തന്നെ റൈറ്റിംഗ് ആണെങ്കിലും ഞാൻ എന്തുമായിരുന്നു എൻ്റെ മിസ്റ്റേക്ക് എന്ന് ഫൈൻഡ് ചെയ്ത് അതിനെ ഒരിക്കലും വരുത്താതിരിക്കാൻ നോക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ആ സ്കോറിലോട്ട് സ്പീക്കിംഗ് സ്കോർ? സ്പീക്കിംഗ് 390 ആണ് അല്ലേ. ഓക്കെ, യെസ്. നീതു പറഞ്ഞു റൈറ്റിംഗ് ആയിരുന്നു ടഫ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ റൈറ്റിംഗ് എന്ന് പറയുന്ന മൊഡ്യൂള് എത്രയാണ് റൈറ്റിംഗിന്റെ സ്കോർ? 360 ആണ്. അപ്പൊ ഇതിനു മുമ്പ് സിയിലായിരുന്നു റൈറ്റിംഗിന്റെ സ്കോർ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ സി എന്ന് പറയുന്ന സ്കോറിൽ നിന്ന് 360 എന്ന് പറയുന്ന സ്കോറിലോട്ട് എങ്ങനെ എത്തിയത് റൈറ്റിംഗ്? അതിലെ ക്രൈറ്റീരിയ എങ്ങനെ ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ കറക്ഷൻസ് എങ്ങനെ ഹെൽപ്പ് ചെയ്തു? എന്താണ് നീതൂസിന്റെ പ്രത്യേകത? ഞാൻ പറഞ്ഞല്ലോ മാം, നേരത്തെ ചേർന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവർ ഫോളോ ചെയ്യുന്നതല്ല ഇവിടെ ഫോളോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞത് പലതും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് സ്റ്റാർട്ടിങ് വന്നപ്പോൾ ഡൗട്ട് ആയിരുന്നു, അയ്യോ ഞാൻ അവിടെ അങ്ങനെയല്ലേ പഠിച്ചത്, ഇവിടെ ഇങ്ങനെ ചെയ്താൽ എനിക്ക് സ്കോർ കിട്ടുമോ എന്നൊക്കെ എനിക്ക് ആദ്യം ഡൗട്ട് ആയിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പഠിച്ചതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വിട്ടു. അതിനുശേഷമാണ് ഇവിടുത്തെ മാഡംസ് എന്നോട് പറഞ്ഞു ഇന്നത് യൂസ് ചെയ്യാൻ ചെയ്തു, ഇതിങ്ങനെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കറക്ഷൻസ്, ഇൻഡിവിജ്വൽ കറക്ഷൻസ് നല്ലോണം ഹെൽപ്ഫുൾ ആയിരുന്നു. ഓരോ ദിവസം ഓരോ മാഡംസ് ആണ് കറക്ഷൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എഴുതുന്നതും പ്ലസ് ക്രൈറ്റീരിയ എല്ലാം വെച്ചിട്ടാണ് അവർ സ്കോർ തരുന്നത്. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ നമ്മൾ എഴുതുന്നത് വെച്ചിട്ട് നോക്കുമ്പോൾ 330 അതൊക്കെ വിട്ട് മുകളിലോട്ട് വരുന്നില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ 290 പോകും. അപ്പൊ ഞാൻ മാഡംസിന്റെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ട്, മാഡം ഇത് എന്താ ഇങ്ങനെ? അപ്പൊ എന്നോട് പറയും ഇതിങ്ങനല്ല ഇതിങ്ങനെ വന്നാലാണ്, സ്ട്രക്ചർ ഇങ്ങനെ വന്നാലാണ് കറക്റ്റ് ആവുള്ളൂ. ആദ്യം എനിക്ക് ഇച്ചിരി സങ്കടം ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ പതുക്കെ ആ ഒരു ഫോർമാറ്റിലേക്ക് വരുമായിരുന്നു. സമയം എടുത്തു, ബട്ട് സ്റ്റിൽ ഞാനത് എന്തായാലും സമയം എടുത്തു എന്ന് പറയുമ്പോൾ 1 month ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ടാണ് ഇത്രയും ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് അല്ലെ. ഓഫ് കോഴ്സ് മാഡംസ് ആണ്, അവരായിരുന്നു സപ്പോർട്ട് ചെയ്തത് ത്രൂ മൈ ജേർണി എല്ലാം. അപ്പോ പറഞ്ഞു ഇപ്പൊ ടഫായിട്ടുള്ള മൊഡ്യൂൾ റൈറ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ വീണ്ടും നിശാന്തിലോട്ട് വരികയാണ്. വിച്ച് വാസ് യുവർ ടഫസ്റ്റ് മൊഡ്യൂൾ ആൻഡ് ഹൗ ഡിഡ് യു ക്രാക്ക് ഇറ്റ്? Okay, my toughest module was reading. You already told that. Yeah, okay. I cleared my OET by doing the exclusive materials right here. Okay. It has helped me a lot. And the teachers, I want to say, like Vandana ma'am, her strategies were so good.
by following the elimination method rather than doing other methods. I have followed elimination method. It has helped me a lot to eliminate the indirect answers and select the direct answers. Okay. By doing regularly practicing, I have cleared my OET right now. So we'll move on with Shruti. Yes, Shruti. ശ്രുതിയുടെ സ്പീക്കിങ്ങിന്റെ സ്കോർ എത്രയാണ്? മാം 420 ആണ് മാം. 420 ആണ്. അപ്പോൾ 420 എന്ന് പറയുന്ന സ്കോറിലാണ് സ്പീക്കിംഗ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. സോ പ്രീവിയസ്ലി ഇത് സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എത്രയായിരുന്നു? 280 ആണ് മാം. 280 ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും 280 എന്ന് പറയുന്ന ഒരു സ്കോറിൽ നിന്ന് 420 എന്ന് പറയുന്ന ഒരു സ്കോറിലോട്ട്, അല്ലെ? എത്ര വലിയൊരു മാറ്റമാണത്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ശ്രുതി തന്നെ പറയട്ടെ, എങ്ങനെയാണ് ശ്രുതി ഈ ഒരു സ്കോറിലോട്ട് ഇത്ര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് സ്കോറിൽ കൊണ്ടുവരാൻ സാധിച്ചത്? എനിക്ക് സ്പീക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതെ, ഓക്കെ. ഭയങ്കര ഇഷ്ടമാണ്. മിറർ നന്നായിട്ട് പ്രാക്ടീസിങ്ങും സംസാരിക്കും. ഒക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫ്രണ്ട്സ് ആയിട്ടും തന്നെ ലാംഗ്വേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു. അങ്ങനെ പഠിച്ച് ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ വെറുതെ സ്പീക്ക് ചെയ്തതല്ല സ്പീക്കിംഗ് എന്നും ഇതിന് ഓരോ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇത് ഇങ്ങനെയൊക്കെയാണ് ബാക്ക് ചാനലിങ് ചെയ്യുക, ഇങ്ങനെയാണ് ഗ്യാദർ ഇൻഫർമേഷൻ ചെയ്യുക, ഇങ്ങനെയാണ് തിരിച്ചങ്ങോട്ട് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് ഇവിടെ വന്നിട്ടാണ് മനസ്സിലായത്. പിന്നെ മാം ഈ പറഞ്ഞ പോലെ മാമിൻ്റെ എല്ലാ അഡ്വൈസും ഞങ്ങൾ ഫോളോ ചെയ്തിരുന്നു. ഇവിടുത്തെ ട്യൂട്ടേഴ്സാണ് എന്നെ ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്തത്. ഒരു കണക്കിന് ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പറയാൻ. ഉള്ളിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ടെങ്കിലും പുറത്തോട്ട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ സ്റ്റക്കായി നിന്നൊരു സമയത്ത് മെന്റലി ഞാൻ ആകെ ഇനി നിർത്തി, സ്പീക്കിംഗ് ഒക്കെ വേണോ, ബുദ്ധിമുട്ടാണെന്ന് കരുതിയപ്പോഴാണ് നിന്നെ കൊണ്ട് പറ്റും, ഇതിൻ്റെ ശ്രുതിയുടെ സ്പീക്കിംഗ് എനിക്കെപ്പോഴും നല്ല സ്കോർ തന്നെ മാം കിട്ടിയിരുന്നത്. അപ്പം മാംസ് ഒക്കെ പറഞ്ഞു നല്ല സ്പീക്കിംഗ് ആണ്, നല്ല ഫ്ലുവൻ്റായി സംസാരിക്കുന്നുണ്ട്, എന്തായാലും 400 എബോ പോകുന്നു നീതു മാം പറഞ്ഞിട്ടുണ്ട് എന്നോട്. അങ്ങനെയാണ് എനിക്ക് മാം 400 എബോ 420 ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സ്കോറാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സായിട്ടും തന്നെ മാംസ് ഒക്കെ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ടൈം ഒക്കെ വന്ന സമയത്ത് ക്ലാസ്സിൽ നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫോളോ ചെയ്തു. വൈകുന്നേരം എത്തി നമ്മൾ ചെയ്ത ക്യൂ കാർഡ് തന്നെ വീണ്ടും അവിടെ എത്തിയിട്ട് ഒന്നുകൂടെ മിററിന്റെ മുന്നിൽ ഒന്ന് ചെയ്തു. പിന്നെ റിച്ച മാമിന്റെ ഈവനിങ്ങിലെ ക്ലാസ് ഞാൻ ഇതുവരെ മിസ് ചെയ്തിട്ടില്ല മാം. സ്റ്റിൽ കോഴ്സ് കഴിഞ്ഞെങ്കിൽ പോലും ഞാൻ വീണ്ടും റിച്ച മാമിന്റെ ക്ലാസ് കയറിയിരുന്നു. കാണാൻ ഭയങ്കര നമ്മൾ അങ്ങനെ ഇരുന്ന് പോകും ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ. നമുക്ക് പഠിക്കണം, നമുക്ക് അതുപോലെ സ്പീക്ക് ചെയ്യണം. കാരണം നമുക്ക് സ്പീക്കിംഗ് ആണല്ലോ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. നമുക്ക് പുറത്ത് പോയാലും ഏറ്റവും ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് ഈ സ്പീക്കിംഗ് ആണ്. അതെ. അതുകൊണ്ട് എനിക്ക് സ്പീക്കിംഗ് അങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റി മാം. ഒരുപാട് സന്തോഷം. ജിൻസിക്ക് ഏറ്റവും ടഫായിട്ടുള്ള മോഡ്യൂൾ ഏതായിരുന്നു? എനിക്ക് ലിസണിംഗ് ആയിരുന്നു. എത്രയുണ്ട് ലിസണിങ്ങിന് സ്കോർ? എനിക്ക് 350 ആണ്. ഓക്കെ, ലിസണിങ് എന്ന് പറയുന്ന മോഡ്യൂൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞു അല്ലെ? എല്ലാത്തിനും ഫസ്റ്റ് ടൈം ആണ്. സോ ലിസണിങ് എന്ന് പറയുന്ന മോഡ്യൂൾ എങ്ങനെയാണ് ക്രാക്ക് ചെയ്തത്? ലിസണിങ്ങിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഇവിടുത്തെ മാഡംസ് തന്നെയാണ്. അല്ലാമ വിനീമ രണ്ടുപേരാണ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. അത് തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പോലെയുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതെല്ലാം ഫോളോ ചെയ്തു. പിന്നെ സ്പെല്ലിംഗ് ഒക്കെ ഞാൻ എഴുതി പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ മെറ്റീരിയൽസ് തന്നെ അതാണ് കൂടുതലും പ്രാക്ടീസ് ചെയ്തേക്കുന്നത്. അപ്പൊ ദിവസം നമ്മൾ ഓരോ മെറ്റീരിയൽ ചെയ്യുന്നു, അതിന്റെ ആൻസർ എന്തുകൊണ്ട് വന്നു, ഇത് എന്തുകൊണ്ട് വന്നില്ല, അങ്ങനെയെല്ലാം ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ലിസണിങ്ങിന്. അപ്പൊ അങ്ങനെയാണ് എന്റെ സ്കോർ. ആദ്യം എനിക്ക് ഒരുപാട് കുറവായിരുന്നു, പിന്നെയാണ് ഞാൻ ഇംപ്രൂവ് ചെയ്ത് വന്നത്. ഓക്കെ, അപ്പോൾ അല്ലെ ഒരു വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്താണ് ബി എന്ന് പറയുന്ന ഒരു സ്കോറിലോട്ട് എത്തിയത് അല്ലെ? ഒരുപാട് സന്തോഷം. യെസ്, അനീറ്റയ്ക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള മോഡ്യൂൾ ഏതായിരുന്നു? എനിക്ക് റീഡിംഗ് ആയിരുന്നു ടഫ് അല്ലെ? ഓക്കെ, റീഡിങ്ങില് ഈ പറഞ്ഞാല് ഇവിടെ വന്ന് ഇവിടുത്തെ മെറ്റീരിയൽസ് തന്നെയാണ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ വന്ദന മാമിന്റെ ടിപ്സും അതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു എനിക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയാ, അതുപോലെ തന്നെ ലിസ്ണിങ്ങും കുറച്ച് ടഫ് ആയിരുന്നു എനിക്ക്. പക്ഷെ ദിവിത മാമിന്റെയും അനില മാമിന്റെയും ക്ലാസ്സും അവരുടെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലിസ്ണിങ്ങിനൊക്കെ എങ്ങനെ എക്സ്പ്ലനേഷൻ തരാന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നില്ല വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ദിവിത മാമിന്റെ ക്ലാസ് ആണെങ്കിലും ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. മാം ഈ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി ലിസ്ണിങ് ചെയ്ത് കഴിയുമ്പോൾ അവരെന്താണ് അതിൽ സംസാരിച്ചതെന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു പേടി കൊണ്ടാണെങ്കിൽ കൂടി നമ്മള് കൂടുതൽ ശ്രദ്ധിക്കും. പിന്നെ പോഡ്കാസ്റ്റ് എഴുതുമായിരുന്നു, ഒത്തിരി എഴുതി. മാഡം നമ്മളെ ഇവിടെ തന്നെ ഒരു കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു പോഡ്കാസ്റ്റ് അയച്ചു തന്നിട്ട് അത് എഴുതാൻ പറയാം. നമ്മുടെ പിന്നാലെ നടന്ന് നമ്മളെ ഒത്തിരി ട്രെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതെ, എല്ലാ മാഡംസും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഒരു പിന്നാലെ നടന്ന് നമ്മള് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സ്കോറിലോട്ട് എത്തിയത്.
ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇത്രയും നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്തു. നിങ്ങൾ എല്ലാവർക്കും റിക്വയർഡ് സ്കോർ കിട്ടി, വിന്നേഴ്സ് ആയിട്ട് ഇന്ന് വന്ന് ഇവിടെ ഇരിക്കുക അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്താ നിങ്ങൾ ഇപ്പം ഈ ഒരു പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു കുറച്ച് പേര് 5 പ്രാവശ്യം എഴുതി അല്ലേ, 4 പ്രാവശ്യം എഴുതി, ഇതെന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ 1, 2, 3, 4 ഒക്കെ എഴുതി ഇനി ഞാൻ എഴുതുന്നില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആളുകളോട് എന്താ നീതുവിന് പറയാനുള്ളത്? എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വേണ്ട, അതായത് OET ഇനി എഴുതണ്ട, നിർത്തി എന്ന് പറഞ്ഞ് പോയ ആളാണ്. ഞാൻ ജോലിയിൽ റീജോയിൻ ചെയ്തതാണ്. ദെൻ എഗെയിൻ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വന്നിട്ടാണ് നീതൂസിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് റെക്കോർഡ് സ്കോർ കിട്ടിയിട്ടുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ 1 പ്രാവശ്യം പോയി 2 പ്രാവശ്യം പോയി എന്ന് പറഞ്ഞത് കൊണ്ട് നിർത്താതെ നമ്മുടെ സമയം ഇന്നല്ലെങ്കിൽ നാളെ വരും എന്ന് തന്നെ ഉറപ്പാക്കുക. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നിയതാണ് നീതൂസിൽ ചേരണം. ഒരു വ്യാഴാഴ്ച വൈകുന്നേരം തോന്നി, ശനിയാഴ്ചക്ക് ഞാൻ ജോയിൻ ചെയ്തു. അതായത് ഞാൻ ഫോൺ വിളിച്ച് കൺഫേം ചെയ്ത് മൺഡേ വന്ന് ഞാനിവിടെ ജോയിൻ ചെയ്ത വ്യക്തിയാണ്. 1 മന്തിൽ തന്നെ എനിക്ക് എൻ്റെ ഗോൾ റീച്ച് ചെയ്യാനായിട്ട് പറ്റി. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകരുത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ദിവസം ഉണ്ടാവും. അപ്പം അതിനു വേണ്ടി ട്രൈ ചെയ്യാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഒത്തിരി താങ്ക്സ് നീതു. സോ എന്താ ശ്രുതിക്ക് എന്താ പറയാനുള്ളത്? ഇനി എഴുതാൻ നിൽക്കുന്ന OET ആസ്പിറൻസിനോട് എന്താ പറയാനുള്ളത്? മാം, ചൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും നീതൂസ് ചൂസ് ചെയ്യാനാണ് ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഈ ചേച്ചി പറഞ്ഞ പോലെ ഒരിടത്ത് വെച്ച് നിർത്തുകയാണ്, ഇനി ഒന്നുമില്ല, സ്റ്റാഫ് നഴ്സായി സാധാരണ ഒരു ഹോസ്പിറ്റലിൽ കയറി വർക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ച ഒരാളായിരുന്നു ഞാൻ. പിന്നെ ഞാൻ പറഞ്ഞ ആൾ ഹെൽപ്പ് ചെയ്തു എന്നെ. അപ്പോൾ നമ്മൾ കഷ്ടപ്പാടും ദുരിതങ്ങളും ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു ലൈഫ് ടേണിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. ആ പോയിന്റ് ഇവിടെയാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ ഹാർഡ് വർക്ക് ഇട്ടോ, നിങ്ങൾ ഗോഡ് ബ്ലെസ്സിങ് ഉണ്ടോ, നിങ്ങൾ നീതൂസിൽ വന്നിരിക്കും, നിങ്ങൾ ക്രാക്ക് ചെയ്തിരിക്കും. അത്രയും ബ്ലെസ്ഡ് ആയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. തിരഞ്ഞെടുക്കാൻ എന്തുകൊണ്ടോ നമ്പർ 1 ആണ് നീതൂസ്. ഒത്തിരി സന്തോഷം ശ്രുതി. ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യം വീണ്ടും വീണ്ടും കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷമാണ്. എന്താണ് നിശാന്തിന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? എങ്ങോട്ടാണ് മൈഗ്രേറ്റ് ചെയ്യാനിരിക്കുന്നത്? I'm currently planning to migrate to Australia. ഓസ്ട്രേലിയ ആണ്. ഓക്കെ, വെരി ഗുഡ്. സോ വൈ ഓസ്ട്രേലിയ? Because the health sector is so good. Okay. And the amount package is so good, so that's one of the So reasons. your dream country is Australia. Yeah. Okay, fine, good. So അക്സക്ക് എന്താ പറയാനുള്ളത് ഇനിയുള്ള OET ആസ്പിറൻസിനോട്? എനിക്ക് പറയാനുള്ളത് 1 പ്രാവശ്യം എഴുതി 2 പ്രാവശ്യം എഴുതി എന്നോർത്ത് ആരും ഒരിക്കലും അത് ബാക്ക് ചെയ്യരുത്. ബിക്കോസ് നമ്മൾ കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും വിജയം കിട്ടും. ചിലപ്പം 1 പ്രാവശ്യം എഴുതണമായിരിക്കും, 2 പ്രാവശ്യം എഴുതണമായിരിക്കും, എന്നാലും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ചെയ്യരുത് എന്ന് പറയുന്ന ആളുകളുമായിട്ട് കൂടുതൽ ഇതാവാതെ നമ്മളെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളിലേക്ക് പോവുക. ആ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ ആ ഒരാളെ മാത്രം കൂട്ടുക, എന്നിട്ട് അതുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ അവർക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു എക്സാം വീക്കിൽ അല്ലെ, നമ്മളെല്ലാവരും നിങ്ങൾ എക്സാം എഴുതാൻ പോയ ആ ഒരു വീക്ക് ഉണ്ടല്ലോ, ആ ഒരു വീക്കിൽ സ്വാഭാവികമായിട്ടും സ്റ്റുഡൻസിന് തോന്നുന്ന ഒരു കാര്യം വളരെ സ്ട്രെസ്ഡ് ആണ് അല്ലെ, ഇമോഷണലി കുറച്ച് ഡിസ്റ്റർബൻസും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും. സോ ഹൗ ഡിഡ് യു ഓവർകം ദാറ്റ്, നിശാന്ത്? I overcome generally with prayers, a lot of prayers. Okay. Then my teachers are all very supportive. I have called many teachers. I am very tense right now. I don't know what to do exactly. They told, chill, you have made good progress, you will be getting good results. Then by their words I got. Okay, so you okay, ജിൻസി എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സാം വീക്ക്? എങ്ങനെയായിരുന്നു സ്ട്രെസ്ഫുൾ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു എക്സാം വീക്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ ചെയ്തിരുന്നു? എക്സാം വീക്കിലും ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, സ്ട്രാറ്റജീസ് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്ത്. റീഡിങ്ങിന്റെ ആയാലും ലിസണിങ്ങിന്റെ ആയാലും എല്ലാം അങ്ങനെ അധികം മെറ്റീരിയൽ ഒരുപാട് ചെയ്തില്ല, എന്നാലും ടൈം അഡ്ജസ്റ്റ് ചെയ്തുള്ള മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം ചെയ്ത്. റീഡിംഗ് ഒക്കെ ആയാലും നമ്മൾ 10 മിനിറ്റ്സ് ടൈം വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് നോക്കണ്ട, സ്കോർ നോക്കണ്ട, കണ്ടിന്യൂ അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് റീഡിംഗ് ഒക്കെ ചെയ്തത്. അതിന്റെയൊക്കെ ഒരു റിസൾട്ട് ആണ് തീർച്ചയായിട്ടും കിട്ടിയത്. ഓക്കെ, എങ്ങനെ ആ ഒരു അനീറ്റ ഒരു എക്സാം വീക്കിൽ എങ്ങനെയാ മാനേജ് ചെയ്തത്? മാം, ആക്ച്വലി ഇത് എന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് എക്സാമിന് ഞാൻ തലയാഴ്ച ഭയങ്കര ടെൻഷനായിട്ട് ഭയങ്കര ടെൻഷനായിട്ട് ഒത്തിരി മെറ്റീരിയൽസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഇപ്രാവശ്യം ഞാൻ നല്ല ഫ്രീ ആയിരുന്നു. എന്താ പറയാ,
ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട്. ഇവിടെ മാഡംസ് ഒക്കെ പറയുന്നത് അങ്ങനെ, നിങ്ങൾ ഒത്തിരി ടെൻഷൻ അടിക്കരുത് അങ്ങനെ. അപ്പൊ തലേ ദിവസം ഞാൻ നല്ല ഫ്രീ ആയിട്ടിരുന്നു, ഒത്തിരി ഓവറായിട്ട് ചിന്തിച്ച് ടെൻഷൻ ആയില്ല. അങ്ങനെയൊക്കെ പോയി പിറ്റേ ദിവസം എക്സാം എഴുതി. അപ്പം ടഫ് ആയിരുന്നു, എന്നാലും ഞാൻ അത്ര സ്ട്രെസ്ഡ് അല്ലായിരുന്നു. ആദ്യത്തെ എക്സാമിന് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. ഞാൻ കരുതി ആ എക്സാം ഹാളിൽ ഞാൻ വീഴുന്നു, അതുപോലെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല, ഞാൻ നല്ല ഫ്രീ ആയിരുന്നു. എല്ലാ മാഡംസിന്റെയും സപ്പോർട്ടും ഇതൊക്കെ കാരണം കൊണ്ട് അവർ നിങ്ങൾ ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അത്ര ഭയങ്കര പേടിക്കേണ്ട എക്സാം അല്ല എന്നൊക്കെ പറഞ്ഞ് അവർ നല്ല സപ്പോർട്ടായിരുന്നു. ഓക്കെ. ഇന്ന് അതുപോലെ ഇന്ന് ഇവിടെ സക്സസ് ടോക്സിന് വന്നപ്പോൾ ശ്രുതിയുടെ ഹസ്ബൻഡിനെയും കുട്ടീനെയും കൊണ്ടാണ് വന്നത് അല്ലേ? അപ്പോൾ ഫാമിലിയെ പറ്റി, അല്ലെങ്കിൽ ഫാമിലി എങ്ങനെയാണ് ഈ ഒരു ജേർണിയിൽ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? അതുപോലെ തന്നെ അവരിന്ന് വന്നു അല്ലേ, ഹസ്ബൻഡൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ, ഭയങ്കര സന്തോഷമായിട്ടാണ് എത്തി. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ജേർണിയിൽ? പേരൻസ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അവരുടെയൊക്കെ പങ്കെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അല്ലെ? അപ്പൊ എങ്ങനെയാ ഹസ്ബൻഡ് എന്താ പറഞ്ഞത്? എന്തായിരുന്നു എക്സൈറ്റഡ് ആയിരുന്നു റിസൾട്ട്? ആക്ച്വലി ഞാൻ സെക്കൻഡ് ടൈം വന്ന സമയത്ത് ഹസ്ബൻഡ് എടുത്ത ഡിസിഷൻ ആണ് ഇനി ഓൺലൈൻ തന്നെ വിടില്ല, ഓഫ്ലൈനെ വിടുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ചേർക്കുകയാണെങ്കിൽ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷനിലെ ചേർക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് ഞാനുമാണ് അഡ്മിഷൻ എടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജീവിതത്തിൽ പല വിഷമം സാഹചര്യങ്ങളിലും കൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട് മാം, ഫിനാൻഷ്യലി ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും. പക്ഷെ അതൊന്നും അറിയിക്കാതെ എന്നെ നീ പഠിക്ക്, നിന്റെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ OET ക്രാക്ക് ചെയ്യണം, അതാണ്, നീ പഠിച്ചോ, നീ ബാക്കി വിഷമങ്ങളൊക്കെ ഞാൻ പിന്നെ വന്ന് നീ കൂളായിട്ടിരിക്കുമ്പോൾ പറയാന്ന് പറഞ്ഞു. മോളെ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യത്തിലാണെങ്കിലും, അവൾ സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്, അവൾ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യത്തിലാണെങ്കിൽ ഇപ്പം നമ്മുടെ പ്രൈമറി അച്ചീവ്മെന്റ് എന്താന്ന് വെച്ചാൽ നീ OET ക്രാക്ക് ചെയ്യാണ് എന്നുള്ളതാണ്. ബാക്കി വിഷമങ്ങൾ നീ മാറ്റി വെച്ച് ഒരു 3 മാസത്തിന് മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. അവരുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കാരണമാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. അമ്മയാണെങ്കിലും ഒരുപാട് സപ്പോർട്ടീവ്, എൻ്റെ പാരൻസ് തന്നെ. അവർക്ക് അറിയില്ല എത്രത്തോളം ഈ എക്സാം വലുതാണെന്നോ എന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു എക്സാമാണ് മാം. എൻ്റെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് ഈ എക്സാം വഴിയാണ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അവരെ രക്ഷപ്പെടുത്താനും പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം അല്ലെ, ഇപ്പം ഇത് കേൾക്കുന്ന ഒത്തിരി ആളുകളുടെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരിക്കും, ഞാൻ എൻ്റെ പാർട്ട്ണർ, എൻ്റെ ഫാമിലി, എൻ്റെ പേരൻസ് ടേക്ക് കെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് OET എഴുതി അത് OET ജയിച്ച് വെളിയിൽ പോവുക സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചേക്കണം ഒത്തിരി ആളുകൾ ഈ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുന്നുണ്ടാവും. ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. ഈ 6 പേർക്ക് ഇത് അല്ലെ, നമ്മുടെ റിസൾട്ട് കിട്ടിയ സ്റ്റുഡൻസിൽ വളരെ കുറച്ച് പേര് മാത്രമാണിത്. ഈ 6 പേര് ഒരുമിച്ച് വന്ന് നിങ്ങളോട് ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് പോസിബിൾ ആണ്. ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ടൊന്ന് ട്രൈ ചെയ്യുക. ഇതിനേക്കാൾ വലിയ എക്സാമ്പിൾസ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ തരാനായിട്ടില്ല. സോ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ഇവർ ഓരോരുത്തരും പറഞ്ഞത് അവരുടെ ജേണിയാണ്. നീതൂസിനോടൊപ്പം ചേർന്ന് അവർ സക്സസ്ഫുൾ ആയ അവരുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേണിയാണ് ഇന്നിവിടെ നിങ്ങളോട് പറഞ്ഞത്. ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് പോസിബിൾ, യു ക്യാൻ ഓൾസോ ബി എ വിന്നർ. ഒരു ഡൗട്ടും അതിനകത്തില്ല. സോ വളരെ നല്ല അല്ലേ, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കുറേ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോയത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായ ഒരു സക്സസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരാതിരിക്കാം അല്ലെ, ഇത് ഷെയർ ചെയ്യാതിരിക്കാം, പക്ഷെ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യില്ല. കാര്യം നിങ്ങൾ അത്രമാത്രം ചേർത്ത് പിടിച്ച ഒരു കുടുംബമാണ് നീതൂസ്. ഞങ്ങളാണെങ്കിലും നിങ്ങളെ എങ്ങനെ ഞങ്ങൾ നിങ്ങളോട് എങ്ങനെയാണോ അതിനേക്കാൾ ഉപരി എല്ലാ സ്റ്റുഡൻസും ഇവിടുന്ന് വിന്നേഴ്സ് ആയിട്ട് പോകണം. ഓരോരുത്തരും എന്തുകൊണ്ട് ഓടി നീതൂസിലോട്ട് വരുന്നു എന്ന് ചോദിച്ചാൽ അതൊരു ബന്ധമാണ് അല്ലെ. അതെ, അപ്പൊ ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ്സിലൂടെ, ഇങ്ങനെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബിലൂടെ ഇത്രയും നല്ലൊരു പോഡ്കാസ്റ്റ് ഇവിടെ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് താങ്ക്സ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഡ്രീംസ് എത്രയും പെട്ടെന്ന് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നീതൂസ് ഉണ്ട് കൂടെ ഈ ഒരു ജേർണിയിൽ. നിങ്ങൾ ഇനി അവിടെ എത്തിയാലും കീപ്പ് ഇൻ ടച്ച്, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുക. ഈ ഒരു നീതൂസിന്റെ എല്ലാ ക്രൂ മെമ്പേഴ്സും നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും അറിയാനായിട്ട് വി ആർ ഈഗർലി വെയിറ്റിംഗ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.